കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപനെതിരെ തൃശൂർ ഡി.സി.സി ഓഫീസിന് മുന്നിൽ വീണ്ടും പോസ്റ്റർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ പ്രതാപനെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന പോസ്റ്ററിൽ ആവശ്യമുണ്ട്. അതിനിടെ പോസ്റ്ററുകൾ പതിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ 3-അംഗ സമിതി ഡി.സി.സിയിൽ തെളിവെടുപ്പിന് എത്തിയിട്ടുണ്ട്. അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് തൃശൂരിൽ ഡി.സി.സി ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതുത് എന്ന് പറയുന്നത് ഇപ്പോൾ അന്വേഷണത്തിന് സമിതി രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം, ഇന്നും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു വലിയ രീതിയിൽ നടപടി സ്വീകരിക്കും, അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കരുത് എന്നൊക്കെ ഡി.സി.സിയുടെ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ വീണ്ടും ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത്. ഭദ്ര, ഒരു വശത്ത് ഉപസമിതി KPCCയുടെ ഉപസമിതിയുടെ അന്വേഷണം നടക്കുന്നു. തൃശ്ശൂരിലെ തോൽവിയും അതിന്റെ കാരണങ്ങളെ കുറിച്ച് അറിയാനും മാത്രമല്ല കൂട്ടയടി, പോസ്റ്റർ വിവാദം, ഇതെല്ലാം ഈ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരും. 3-അംഗ സംഘമാണ് ഉപസമിതിയിലുള്ളത്. മറുവശത്ത് DCC പ്രസിഡന്റ്, പുതിയ താൽക്കാലിക DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ ചുമതലയേൽക്കുന്നു. ഇനി മുതൽ പോസ്റ്ററുകളോ അത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അപവാദ പ്രചാരണങ്ങളോ നടത്തരുതെന്ന് കർശന താക്കീത് നൽകുന്നു. മറ്റൊരു വശത്ത് വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ താക്കീതിന് ശേഷം, VK ശ്രീകണ്ഠന്റെ താക്കീതിന് ശേഷം ഇന്ന് രാവിലെയും ഇത്തരത്തിൽ ടി.എൻ. പ്രതാപനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ടി.എൻ. പ്രതാപൻ കോൺഗ്രസിന്റെ ശാപം, അതുപോലെ തന്നെ മണലൂർ നിയോജക മണ്ഡലം കണ്ട് ടി.എൻ. പ്രതാപൻ പനിക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളെല്ലാം എഴുതി വെച്ച പോസ്റ്ററുകളാണ് DCC ഓഫീസിന് സമീപത്തും അതുപോലെ പ്രസ് ക്ലബ്ബ് ഓഫീസിന് സമീപത്തും ഉള്ളത്. ഇതിനിടെയാണ് ഇപ്പോൾ ഇന്ന് ഈ തോൽവിയെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള KPCCയുടെ ഉപസമിതി ഇപ്പോൾ തൃശൂർ DCC ഓഫീസിലുള്ളത്. KC ജോസഫ്, T സിദ്ദിഖ്, അതുപോലെ R ചന്ദ്രശേഖരൻ, ഇവരാണ് DCCയിലെ നേതാക്കളും അതുപോലെ DCC ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടെ കണ്ട് ഇവിടെ നടന്നിട്ടുള്ള തൃശൂർ DC ഓഫീസിൽ നടന്നിട്ടുള്ള തർക്കങ്ങളും കൂട്ടയടിയും അതുപോലെ തൃശ്ശൂരിലെ പരാജയവും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആരായുന്നത്. വിവരങ്ങൾ ചോദിച്ചറിയും. ഉച്ചയ്ക്ക് ശേഷവും ഇതിന്റെ ഭാഗമായിട്ടുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽപ്പെട്ട 14 കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെ അഭിപ്രായം ഒരു തേടും. മാത്രമല്ല ഏതെങ്കിലും പ്രവർത്തകർക്ക്, ഏതെങ്കിലും നേതാക്കളെ കുറിച്ച് പ്രത്യേക ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ രേഖാമൂലം എഴുതി ഈ സമിതിയെ അറിയിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കുന്ന കർശന നിർദ്ദേശം VK ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം നൽകിയത്. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് ഏറ്റവും ഗൗരവമായ കാര്യം. എന്തായാലും അത് അതീവ ഗൗരവത്തോടെ തന്നെയാണ് DCC നേതൃത്വം, VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ എടുത്തിരിക്കുന്നത്. എന്തായാലും അതിനിടെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പോസ്റ്റർ പതിക്കുന്നവരുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. തൃശൂർ പ്രസ് ക്ലബിന് സമീപത്ത് ഉള്ള ക്യാമറയിലാണ് ഇവരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. പുലർച്ചെ 4:15 2 പേര് സ്കൂട്ടറിൽ വന്നതിന് ശേഷം പോസ്റ്റർ പതിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വന്നത്. ഇവർ രണ്ടുപേരും ആളെ തിരിച്ചറിയാതിരിക്കാനായി ഹെൽമെറ്റ് വെച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇവർ DCC നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് കടക്കുമോ എന്നതൊക്കെ കണ്ടറിയണം. എന്തായാലും നേരത്തെ ഇത്തരത്തിൽ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതായത് എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതിൽ കോൺഗ്രസുകാരാണെന്ന് താൻ ഒരിക്കലും കരുതുന്നില്ലെന്നാണ് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ പറഞ്ഞത്. അന്ന് മറ്റൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു, അത്തരത്തിൽ വീണ്ടും സോഷ്യൽ മീഡിയയിലും അതുപോലെ പോസ്റ്ററിലും മറ്റും വന്നാൽ നിയമ നടപടി ഉൾപ്പെടെയുള്ള, നേരത്തെ പാർട്ടി പല നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കൂടി ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു. എന്തായാലും അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടികളിലേക്ക് DCC നേതൃത്വം കടക്കുമോ എന്നതുൾപ്പെടെ കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ കണ്ടറിയണം. ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ വന്നതിന് ശേഷം ഒരുപക്ഷെ ദൃശ്യങ്ങളൊക്കെ സഹിതം പോലീസിൽ പരാതി നൽകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും തൃശ്ശൂരിൽ ഇപ്പോൾ ഉപസമിതിയുടെ ഈ അന്വേഷണം നടക്കുന്നു. നേരത്തെ ഈ വിവാദങ്ങൾക്ക് ഒക്കെ ഒടുവിൽ നമുക്കറിയാം DCC പ്രസിഡന്റ് ആയിരുന്ന ജോസ് വള്ളൂരും അതുപോലെ UDF ചെയർമാൻ ആയിട്ടുള്ള MP വിൻസെന്റ് ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചിരുന്നു. അത് മറുവശത്ത് K മുരളീധരൻ പക്ഷത്തുള്ള സജീവൻ കുര്യച്ചർക്ക് ഉൾപ്പെടെ നടപടി നേരിടേണ്ടി വന്നിരുന്നു. ഇരു വിഭാഗം കൊടുത്ത കേസ് ഇപ്പോഴും തൃശൂർ ഈസ്റ്റ് സ്റ്റേഷൻ നിലനിൽക്കുകയാണ്. ജോസ് വള്ളൂരിനെ പ്രതിയാക്കി 20ഓളം പേർക്കെതിരെ അന്ന് കേസെടുത്തിരുന്നു. അതുപോലെ തന്നെ മറുവശത്തുള്ള സജീവൻ കുര്യച്ചനെ പ്രതിയാക്കി 7ഓളം പേർക്കെതിരെ കേസെടുത്തിരുന്നു. ഈ കേസ് സ്റ്റേഷൻ നിൽക്കുകയാണ്. പോസ്റ്റർ വിവാദം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തോൽവിയെ കുറിച്ച് പഠിക്കാൻ വന്ന സംഘത്തിന്റെ തെളിവെടുപ്പ് ഒരു വശത്ത് നടക്കുകയാണ്. എന്തായാലും തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ തോൽവി വളരെ ആഘാതമാണ് എല്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല എന്നതാണ് ഇന്നത്തെ ഈ പോസ്റ്ററിലൂടെ ഒക്കെ മനസ്സിലാകുന്നത്. എങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഒത്തൊരുമയോടെ വരാനിരിക്കുന്ന
തെരഞ്ഞെടുപ്പുകളെ നേരിടും എന്നതുൾപ്പെടെ കാര്യങ്ങൾ വലിയ വെല്ലുവിളിയാണ് പുതിയ DCC പ്രസിഡന്റിന് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിലുള്ളത്. ഭദ്ര. തീർച്ചയായും കോൺഗ്രസ് നേതാവ് TN പ്രതാപനെതിരെ തൃശൂർ DCC ഓഫീസിന് മുന്നിൽ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ പ്രതാപനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നതാണ് പോസ്റ്ററിൽ ആവശ്യം ഉയരുന്നത്. ഈ പോസ്റ്റർ പതിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ 3 അംഗ സമിതിയെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്.